പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു കുഞ്ഞു മൺതരി. ഈ കഥ കേൾക്കൂ. വെയിൽ കത്തിക്കാളുന്ന നട്ടുച്ച നേരത്ത് വഴിയരികിൽ ഒരു കുഞ്ഞു മൺതരി ഒറ്റയ്ക്ക് കിടക്കുകയാണ്. മുകളിലൂടെ നടക്കുന്ന ആളുകളുടെ കാലടിയിൽ മൺതരികൾ അമരുന്നു. അവർ ശ്രദ്ധിക്കാതെ മണ്ണ് തട്ടിപ്പോകുന്നു. എന്താ ഞാൻ ഇത്ര ചെറുതായിരിക്കുന്നത്? കുഞ്ഞു മൺതരി സ്വയം ചോദിച്ചു. എന്നെ ആരും കാണുന്നില്ലല്ലോ. എന്നാൽ ഞാൻ ഇല്ലാതായാൽ ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അത് ആകാശത്തിനോട് ചോദിച്ചു. മേഘങ്ങൾ മന്ദമായി നീങ്ങി. അതിനിടെ ഒരു ചെറുകാറ്റ് വീശി. അപ്പോൾ മഴത്തുള്ളി മണ്ണിൽ വീണു. നീ ചെറുതാണെന്ന് കരുതണ്ട, ജലത്തുള്ളി പറഞ്ഞു. നീ അറിയുമോ, നിന്നെപ്പോലെ അനവധി കുഞ്ഞു മൺതരികൾ ചേർന്നാണ് ഈ ഭൂമി ഉണ്ടാകുന്നത്. കുഞ്ഞു മൺതരി അമ്പരന്നു. ഓഹോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ചോദിച്ചു. നീ വെള്ളം കുടിക്കും, വേരുകൾക്ക് പിടിച്ചു നിൽക്കാൻ സഹായം നൽകും, ചെടികൾക്ക് ജീവൻ നൽകും. നിന്നിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ ഈ ലോകത്തെ തന്നെ താങ്ങി നിർത്തുന്നു, ജലത്തുള്ളി വിശദീകരിച്ചു. അപ്പോൾ അടുത്തു നിന്നിരുന്ന കുട്ടി അതെല്ലാം കേട്ടതുപോലെ മണ്ണിലേക്ക് നോക്കി. അപ്പം മണ്ണ് മലിനമാക്കിയാൽ ചെടികൾ നശിക്കും, ജലം മലിനമാകും, നമുക്കും പലവിധ രോഗങ്ങൾ പിടിപെടുമല്ലേ? കുട്ടി അച്ഛനോട് ചോദിച്ചു. കുഞ്ഞു മൺതരിക്ക് സന്തോഷമായി. ഒരാളെങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ കാറ്റ് പറഞ്ഞു. ശാസ്ത്രം വലിയ യന്ത്രങ്ങളിൽ മാത്രമല്ല വളരുന്നത്. ഇങ്ങനെ ചെറുതായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ശാസ്ത്രചിന്ത. കുഞ്ഞു മൺതരി അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ചെറുതാണ്, എന്നാൽ ഞാനില്ലെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ നിലനിൽപ്പ് ബുദ്ധിമുട്ടാകും. കുട്ടി മണ്ണു കയ്യിലെടുത്ത് പറഞ്ഞു. ഇനി ഞാൻ മണ്ണിനെ നശിപ്പിക്കില്ല. ഇതും ജീവനുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കുഞ്ഞു കൈക്കുമ്പിളിലിരുന്ന് സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന മൺതരിക്ക് താൻ ആരൊക്കെയോ ആണെന്ന് അഭിമാനത്തോടെ ചിന്തിക്കാൻ കഴിഞ്ഞു.